Hi students, good morning all of you. Welcome back to my video class. Today discuss third question. Already explained how to draw rectangle of perimeter 50 centimeter and sides are ratio 3:4. Same manner, next question, third. Draw triangle specified below, each perimeter 10 centimeter. Now, triangle perimeter is given. What is the triangle perimeter? 10. Triangle perimeter 10 centimeter. First, equilateral triangle. One is equilateral triangle. Second, sides ratio 3:4:5. Third equilateral triangle sides ratio is 2:3:4. 3 questions in one question. But perimeter is given 10 centimeter. Equilateral triangle perimeter. Equilateral triangle. Therefore, P is 3A. Equilateral triangle, 3 sides are equal. Therefore, that is given 10. 3 sides 10 centimeter. Therefore, side A is equal to 10 by 3. 3.333. This is the sides of a triangle. But perimeter is 10. The equilateral triangles means 3 sides equal ratio. Equilateral triangle sides ratio is 1:1:1. Therefore, what is the ratio? Sides ratio 1:1:1. Triangle, equilateral triangle ratio is given 1:1:1. Therefore, perimeter is 10. Therefore, how to draw? First, explain this 10 centimeter. Then divided into sides 1:1:1. Therefore, draw a acute angle. അതായത് ആദ്യം 10 സെന്റിമീറ്റർ വരയ്ക്കാം, അതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:1:1 ആണ്. അപ്പം എന്ത് ചെയ്യുക, 1 സെന്റിമീറ്റർ എടുക്കുമ്പോൾ ചെറുതായതുകൊണ്ട് കോമ്പസിൽ 3 ടൈംസ് കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരയ്ക്കും. വരച്ചു കഴിഞ്ഞാൽ ഇതിന് പാരലായിട്ട് ഇതിൽ വരയ്ക്കാം. അതേമാതിരി ഇതിലൂടെ പാരലായിട്ട് വരച്ചാൽ 3 സൈഡ്സ് ഈക്വൽ ആയിട്ട് കിട്ടും. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയായിരിക്കും ഉണ്ടാവുക? 3.33. ഇവിടെ 3.33, 3.33, 3.333 ആയിരിക്കും ഉണ്ടാവും. അപ്പൊ സൈഡ്സ് കിട്ടിയ ഈക്വലായിട്ട് ട്രയാങ്കിൾ വരച്ചൂടെ? ഏതെങ്കിലും ഒരു സൈഡ് അവിടെ വെക്കാം. ഈ സൈഡ് കോമ്പസിൽ എടുത്തിട്ട് കട്ട് ചെയ്യുക. ആ ലെങ്തിലേക്ക് ഇവിടെ ഉണ്ടാവുക, കട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഈക്വലായിട്ട് ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഈക്വലായിട്ട് ട്രയാങ്കിൾ കിട്ടാനുള്ള റഫ് ഫിഗർ വരയ്ക്കുക. എങ്ങനെയാണ്? ആദ്യം 10 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് എന്താ? 1:1:1. അപ്പൊ അക്യൂട്ട് ആംഗിൾ വരയ്ക്കുക. എന്നിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ആർക്കെടുത്ത് കട്ട് ചെയ്ത് വരയ്ക്കാം. അതുപോലെ രണ്ടാമത് വരയ്ക്കേണ്ടത് പെരിമീറ്റർ 10 തന്നെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? സൈഡ്സ് റേഷ്യോ 3:4:5 ആണ്. അപ്പൊ ടോട്ടൽ 3. ഇത് 3 പ്രാവശ്യം കട്ട് ചെയ്ത് ഇവിടെ ടോട്ടൽ എത്ര ഉണ്ടാവും? 3ഉം 4ഉം 7, 7ഉം 2, 12. അക്യൂട്ട് ആംഗിൾ വരയ്ക്കാം. 12 ടൈംസ് ഇങ്ങനെ കട്ട് ചെയ്യും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കും. അതിന് പാരലായിട്ട് ഏതിൽ കൂടെ വരയ്ക്കാം? 3 എന്ന ലൈനിലൂടെയും പിന്നെ അവിടുന്ന് 4 ഇവിടെയും പാരലായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ട്രയാങ്കിളിന്റെ സൈഡ്സ് കിട്ടും. അപ്പോൾ ഒരു സൈഡ് അവിടെ വെക്കുക, ഈ സൈഡ് എടുത്തിട്ട് മുകളിലേക്ക് കട്ട് ചെയ്യുക, ഈ സൈഡ് എടുത്തിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ട്രയാങ്കിൾ വരയ്ക്കുക. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ട്രയാങ്കിൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വരയ്ക്കേണ്ടത് എന്താ? 10 സെന്റിമീറ്റർ ആണ്. 3 വരയ്ക്കേണ്ടത് ഏതാണ്? 10 സെന്റിമീറ്റർ. അപ്പൊ ഫസ്റ്റ് ഒറിജിനൽ ആയിട്ട് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കേണ്ടത്? 10 സെന്റിമീറ്റർ എടുക്കാം. സൈഡ്സ് 10 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. 10 സെന്റിമീറ്റർ എടുത്തു. 10 സെന്റിമീറ്റർ എടുത്താൽ മാത്രം പോരാ, അത് എന്തായിട്ട് എടുക്കണം? ഒരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആക്കി വരയ്ക്കാം. അക്യൂട്ട് ആംഗിൾ ആക്കി വരയ്ക്കാം. ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ ഡിഗ്രി 90 കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി കോമ്പസിൽ എത്ര പ്രാവശ്യം കട്ട് ചെയ്യണമെന്ന് സൈഡ്സ് റേഷ്യോ വെച്ചിട്ടാണ്.
ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണ് 1:1:1 ആണ്. ഈക്വലായിട്ട് ട്രയാങ്കിൾ റേഷ്യോ എന്താണ്? 1:1:1. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈക്വലായിട്ട് ട്രയാങ്കിൾ കേട്ട 1:. അപ്പൊ കോമ്പസിൽ ഒരു ആർക്ക് കട്ട് ചെയ്ത് എടുക്കുക. 1, 2, 3 ഇങ്ങനെ 3 ടൈംസ് കട്ട് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? പഠിപ്പിച്ചതാണ്. എങ്ങനെ ചെയ്യാം? ആദ്യം ഇതിന്റെ എൻഡ് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് 1:1:1. അപ്പൊ A1 വരയ്ക്കണം, A2 വരയ്ക്കണം, A3 വരയ്ക്കണം. പാരലൽ വരയ്ക്കണം. പാരലൽ വരയ്ക്കാൻ കോമ്പസ് ഉപയോഗിക്കാം, സെറ്റ് സ്ക്വയർ എടുക്കാം. ഏത് ഉപയോഗിച്ചാലും മതി. സെറ്റ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ ആണ് വെക്കുക. 90 ഡിഗ്രി വെച്ചതിന് ശേഷം അതിനോട് ഫിക്സ് ചെയ്ത് പിടിച്ചതിന് ശേഷം പാരലായിട്ട് ഇങ്ങനെ വരയ്ക്കാം. പാരലായിട്ട് സ്ലൈഡ് ചെയ്ത് പോവുക. സ്ലൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ എന്ത് ചെയ്യാം? ഒരു വര വരയ്ക്കാം. വീണ്ടും ഇങ്ങനെ പോവുക. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലൈൻ വരയ്ക്കാം. അപ്പം 3 സൈഡ്സും കിട്ടി. എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ എത്രയാണോ അളന്ന് നോക്കിയാൽ 3.3 കൂടും, 3.3 കൂടും. ഒക്കെ ലെങ്ത് എത്രയായിരിക്കും? സൈഡ് 3.333 ആയിരിക്കും ഉണ്ടാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസിൽ എടുത്തിട്ട് 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഏതെങ്കിലും ഒരു നടുവത്തെ സൈഡാണ് വെച്ചിട്ട് ഈ അളവിനായിരിക്കും ഇവിടേക്ക് ഉണ്ടാവും. ഇത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവും. കറക്റ്റായിട്ട് വരയ്ക്കാം. ആ സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം? ആർക്ക് കട്ട് ചെയ്യാം. ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാം? ട്രയാങ്കിൾ വരയ്ക്കാം. ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കാം. അതായത് മീറ്റ് ചെയ്ത പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വലായിട്ട് ട്രയാങ്കിൾ കിട്ടും. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. എല്ലാ സൈഡ്സും എന്തായിരിക്കും ഉണ്ടാവുക? അളന്ന് നോക്കിയാൽ 3.333 ആയിരിക്കും, 3.33, 3.33 ആയിരിക്കും. ഓൾ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈക്വലായിട്ട് ട്രയാങ്കിൾ വരച്ചത്? 10 സെന്റിമീറ്റർ പെരിമീറ്റർ ആണെങ്കിൽ 10 സെന്റിമീറ്റർ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഒരു അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യിപ്പിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ്, ഈക്വലായിട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് 1:1:1 ആണ്. അങ്ങനെ കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക. എത്ര റേഷ്യോ വെച്ചാൽ 1. മൊത്തം ടോട്ടൽ 3 ആയതുകൊണ്ട് 3 ടൈംസ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ലൈൻ ജോയിൻ ചെയ്യുക. അതിന് പാരലായിട്ട് ഫോർത്ത് സ്റ്റെപ്പ് പാരലായിട്ട് വരയ്ക്കുക. ഏത് കൂടെയാണ് വരയ്ക്കേണ്ടത്? റേഷ്യോ നോക്കിയാണ് പറയേണ്ടത്. 1:1:1 ആയതുകൊണ്ട് ഫസ്റ്റത്തേൽ കൂടി സെക്കൻഡ് അങ്ങനെ 1:1:1 എന്ന റേഷ്യോയിൽ പാരലൽ വരയ്ക്കുമ്പോൾ ഈ 10 സെന്റിമീറ്ററിന് 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പാർട്ട് കിട്ടിയാൽ ആ മെഷർമെന്റ് എടുത്ത് ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിളാണ് ഈക്വലായിട്ട് ട്രയാങ്കിൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സൈഡ്സ് റേഷ്യോ ഏതൊക്കെയാണ് പറഞ്ഞത്? 3:4:5 ആണ്. അപ്പോൾ പെരിമീറ്ററിന് മാറ്റമില്ല, 10 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ഈക്വലായിട്ട് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 10 ആയതുകൊണ്ട് 10 സെന്റിമീറ്റർ വരച്ചു. 10 സെന്റിമീറ്റർ വരച്ചതിന് ശേഷം ആർക്ക് കട്ട് ചെയ്യേണ്ടത് എത്രയാണ്? 3, 4, 7, 5, 12 ആണ്. കോമ്പസിൽ 12 സെന്റിമീറ്റർ ആണ് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യും. എന്നിട്ട് 12 ടൈംസ് കട്ട് ചെയ്യാം. അതായത് 12 ടൈംസ് എന്ന് പറയുമ്പോൾ കോമ്പസിൽ കുറെ എടുത്താൽ നമുക്ക് വര ഇതുണ്ടാവില്ല. അതുകൊണ്ട് ചെറുതാക്കി എടുക്കും. 1, 2, 3, 4, 5, 6 അങ്ങനെ കിട്ടും. ഫസ്റ്റ് 10 സെന്റിമീറ്റർ വരയ്ക്കാം. അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യിപ്പിക്കാം. അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യിപ്പിച്ചിട്ട് ടോട്ടൽ റേഷ്യോ 3ഉം 4ഉം 7 ആണ്. 7നോട് 5 ആഡ് ചെയ്യുമ്പോൾ 12 ആണ് വരും. അപ്പൊ 12 ടൈംസ് ആർക്ക് കട്ട് ചെയ്യും. അത് സെന്റിമീറ്റർ എടുത്താലും മതി. 12 ആയതുകൊണ്ട് വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ സെന്റിമീറ്റർ ആക്കി എടുത്താലും മതി. 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്താലും മതി. 2, 3, 4, 5, 6, 7, 8,
9, 10, 11, 12. അങ്ങനെ 12 ടൈംസ് കട്ട് ചെയ്താൽ എന്ത് ചെയ്യുക, ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യാം. 12th ലൈനുമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്താൽ ഇനി വരയ്ക്കേണ്ടത് എവിടേക്കാണ് നോക്കുക, 3ലും 4ഉം. അപ്പം A1, A2, A3. അപ്പൊ A3 വരയ്ക്കണം. ഇനി എത്ര 4 കഴിഞ്ഞിട്ട്, അപ്പം A4, A5, A6, A7, അതായത് 4 ആണ് വരിക. A6, A7 വരയ്ക്കേണ്ടത്. അപ്പൊ 2 മാർക്ക് ചെയ്ത് ഇതിലൂടെയാണ് പാരലൽ വരയ്ക്കേണ്ടത്. പിന്നെ 5 ഡിവിഷൻ ഉണ്ടോ നോക്കാം. A1, 2, 3, 4, 5. 5 ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 2 ആയി. A8, A9, 10, 11, 12. അങ്ങനെ മാർക്ക് ചെയ്തോന്നില്ല. 12 ടൈംസ് കട്ട് ചെയ്ത് 3യും പിന്നെ അടുത്ത 4ഉം കൂടെ അടിയത് 7ലും കൂടെ ആണ് പാരലൽ വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയത്. എന്നതിന് ശേഷം ഇതിന് പാരലായിട്ട് 7ലൂടെയും വരയ്ക്കാം, 3ലൂടെയും വരയ്ക്കാം. പാരലൽ വരയ്ക്കാൻ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം, സെറ്റ് സ്ക്വയർ ഫിക്സ് ചെയ്ത് വെക്കുക, പാരലായിട്ട് വരയ്ക്കാം. ഇപ്പൊ സെറ്റ് സ്ക്വയർ വെച്ച് ഇത് കയറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പ്രയാസമാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 90 ഡിഗ്രി വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ എത്തി. A7 ഒരു ലൈൻ വരയ്ക്കാം. പിന്നെ അതേമാതിരി ഇത് പോയിട്ട് എന്ത് ചെയ്യുക, A3 എത്തിക്കഴിഞ്ഞാൽ A3ലും ലൈൻ വരയ്ക്കാം. രണ്ടിലും പാരലായിട്ട് ലൈൻ വരയ്ക്കാം. പാരലായിട്ട് വരയ്ക്കുമ്പോൾ തെറ്റരുത്. കറക്റ്റായിട്ട് സെറ്റ് സ്ക്വയർ സ്ലൈഡ് ചെയ്യുമ്പോൾ തെറ്റാതെ വരയ്ക്കാം. വരച്ചതിന് ശേഷം നമുക്ക് സൈഡ്സ് കിട്ടി 3:4:5 ആണ്. അപ്പോൾ 3 സെന്റി ആദ്യം നടുവലത്തെ സൈഡ് അവിടെ വെച്ചിട്ട് ഈ സൈഡിൽ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം. തേർഡ് സൈഡ് ഇതാണ്, 5 റേഷ്യോയിലാണ്. അപ്പൊ അതെടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ട്രയാങ്കിൾ കിട്ടും. ട്രയാങ്കിളിന്റെ സൈഡ്സ് റേഷ്യോ എന്തൊക്കെയായിരിക്കും, കുറച്ച് വ്യത്യാസമുണ്ട്. 1:1 അല്ല, 3:4:5 ആണ് റേഷ്യോ. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് മെഷർ ചെയ്ത് നോക്കാം. നമുക്കറിയാം ടോട്ടൽ എത്രയാണ്, 10 ആണ്. ഫസ്റ്റത്തെ മെഷർമെന്റ് എത്ര ഉണ്ടെന്നാണ് നോക്കാൻ. 3 ടോട്ടൽ എത്രയാണ്, 12 ആണ്. അപ്പൊ 3 12 4 ആണ്. 4 10 എത്ര ലക്ഷം പോകും, 2.5 ആയിരിക്കും ഉണ്ടാവും. 2.5. അപ്പൊ ഇവിടെ നിന്നിട്ട് അളന്ന് നോക്കിയാൽ അത് എത്രയായിരിക്കും, 2.5. ഈ ലെങ്ത് എത്രയായിരിക്കും, 2.5 ഒരു സൈഡ്. ഇനി ഈ സൈഡ് എത്രയാണെന്ന് നോക്കാൻ 10 × 4 ടോട്ടലാണ്. അപ്പൊ എത്രയാ, 3. അപ്പോൾ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ വരിക, 10ൽ 3 3.333. അപ്പൊ ഈ ലെങ്ത് എത്രയാ, 3.333. ഇനി ലാസ്റ്റത്തെ സൈഡ് എത്രയാണെന്ന് നോക്കാൻ 10 × 5/12 ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, വേണമെങ്കിൽ 2 ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 5 എത്രയാ, 50/12. 50ൽ 12 എത്രയാ പോവാ, 4. ബാക്കി ഒരു 4 എന്ന് പറഞ്ഞാൽ 4 × 12 48 അല്ലേ. ബാക്കി 20ൽ ഒരു പ്രാവശ്യം ഉണ്ടാവും. 80ൽ എത്രയൊരു 7 ഉണ്ടാവില്ല, 6 പോയിന്റ്. ഇപ്പോൾ ഒരു 4.16 സംതിങ് ആണ് ഉണ്ടാവുക. അങ്ങനെ സൈഡ്സ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പം ടോട്ടൽ 10 സെന്റിമീറ്റർ ആണ്. അതിൽ ഫസ്റ്റത്തെ 2.5, പിന്നത്തെ 3.333 ആയിരിക്കും. ഇവിടെ 4.1666 ആണ് എന്തോ ആയിരിക്കും വരും. അങ്ങനെ സൈഡ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ട്രയാങ്കിൾ സെക്കൻഡ്. അപ്പം തേർഡ് എങ്ങനെയാ വരയ്ക്കാം, തേർഡും ഇതേമാതിരി തന്നെ ആദ്യം ചെയ്യാം, 10 സെന്റിമീറ്റർ വരയ്ക്കാം. 10 സെന്റിമീറ്റർ വരച്ചതിന് ശേഷം ടോട്ടൽ ഡിവൈഡ് ചെയ്യേണ്ടത് എത്രയാ, 2ഉം 3, 5ഉം 4ഉം 9 ടൈംസ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. എത്ര പ്രാവശ്യം വേണം, 9 ടൈംസ് കട്ട് ചെയ്യും. 9 ടൈംസ് കട്ട് ചെയ്ത് ഇതേമാതിരി ജോയിൻ ചെയ്യാം. എത്രയിലൂടെയൊക്കെയാണ് വരയ്ക്കേണ്ടത്, രണ്ടാമത്തെ ഡിവിഷനിലൂടെയും പിന്നെ അഞ്ചാമത്തെ 3 കഴിഞ്ഞാൽ A5ലൂടെയും A2ലൂടെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. ഇത് ചെയ്യേണ്ടല്ല, പെരിമീറ്റർ 10 ആണ്. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:3:4 ആയതുകൊണ്ട് ആദ്യം 10 വരയ്ക്കാം. എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് 10 സെന്റിമീറ്റർ വരയ്ക്കാം.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയും നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അതിനെ ഒരു അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യാൻ ശ്രമിക്കാം. അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യാം. ഇനി എന്താ തേർഡ് സ്റ്റെപ്പ്? ആർക്ക് കട്ട് ചെയ്യാം. എത്ര ആർക്ക് കട്ട് ചെയ്യണമെന്ന് റേഷ്യോ വെച്ച് നോക്കാം. 2:3:4 ആണെങ്കിൽ 2 3 5 ആണ്. 5 4 ആഡ് ചെയ്താൽ എത്രയാ? 9 ആണ്. അപ്പൊ 9 ടൈംസ് ആണ് ഡിവൈഡ് ചെയ്യുക. 9 ടൈംസ് കട്ട് ചെയ്യും. ആർക്ക് 9 ടൈംസ് ചെറുതാക്കി എടുത്താൽ മതി. 1 2 3 4 5 6 7 8 9 അങ്ങനെ 9 ടൈംസ് ആർക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ പേര് കൊടുക്കാം. A1 A2 A3 A4 A5 A6 A7 A8 A9 9 ഡിവിഷനാണ്. ടോട്ടൽ 9 ആയതുകൊണ്ട് 9ഉമായിട്ട് ഇത് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തതിന് ശേഷം ഇനി വരയ്ക്കേണ്ട ഏതൊക്കെ സെറ്റ്സ് റേഷ്യോയിലൂടെയാണ്? 2 3 ആണ് അല്ലേ? അപ്പൊ 2 എവിടെയുള്ളത് ഒന്ന് നോക്കി പറയും മക്കളെ. 2 1 2 A2 ആണ് അല്ലേ? പിന്നെ 3 അപ്പൊ 2 3 കൂടെ 5 A5. അപ്പൊ വരയ്ക്കേണ്ട രണ്ടെണ്ണം മാർക്ക് ചെയ്ത് വെക്കും. ഇനി നിങ്ങൾക്ക് അറിയാം അടുത്ത സ്റ്റെപ്പ് ഏതാണ്? പാരലൈൻസ് വരയ്ക്കാം. ഏതിലൂടെ വരയ്ക്കേണ്ടത്? ഈ ലൈനിന് സൈഡായ A5ലൂടെയും വരയ്ക്കണം, A2ലൂടെയാണ് വരയ്ക്കണം. അപ്പൊ അതിനു വേണ്ടി സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്ത് മുകളിലേക്ക് വെക്കുക. കാരണം താഴേക്ക് സ്ഥലം ഉള്ളതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇവിടെയാണെന്ന് അറിയാം. അപ്പൊ അതിനനുസരിച്ച് വരയ്ക്കാം. അപ്പൊ ആർക്ക് വെക്കുക? 90 ഡിഗ്രി സ്കെയിലിനോട് വെക്കുക. ഇങ്ങനെ 90 ഡിഗ്രി ആക്കി വെക്കുക. എന്നിട്ട് സ്കെയിലിനോട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കുറച്ചും കൂടെ താത്തി വെക്കാം. എന്നാലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. 90 ഡിഗ്രി വരക്കുക. കോമ്പസിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു വര വരയ്ക്കാം. വരച്ചതിന് ശേഷം വീണ്ടും ഇതേമാതിരി സ്ലൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? വരയ്ക്കാം. തെറ്റിയോ? പാരലായിട്ട് രണ്ട് പാരലൈൻസ് വരയ്ക്കാം. പാരലൈൻസ് വരച്ചതിന് ശേഷം ഇപ്പം 3 സൈഡ്സും കിട്ടി. അപ്പം ആദ്യം ഒരു സൈഡ് അവിടെ വെച്ചിട്ട് ഈ സൈഡിന്റെ മെഷർമെന്റ് എടുത്ത് ആർക്ക് കട്ട് ചെയ്യാം. തേർഡ് സൈഡിന്റെ മെഷർമെന്റ് എടുത്ത് ആർക്ക് കട്ട് ചെയ്യും. അപ്പം നമുക്ക് ഈ സൈഡ് എടുത്തിട്ട് മുകളിലേക്ക് കട്ട് ചെയ്തു. ഈ ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നും കൂടെ ഈ മെഷർമെന്റിൽ അങ്ങനെ ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിള് ഫോം ചെയ്യിപ്പിക്കാം. എങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്യാം? ജോയിൻ ചെയ്താൽ മതി അല്ലേ? ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ പോലെ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ റിക്കേർഡ് ട്രയാങ്കിൾ കിട്ടും. ഇതിന്റെ പെരിമീറ്റർ എല്ലാം അളന്ന് ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടണം? 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് സൈഡ്സ് ഒക്കെ നോക്കാം. ഫസ്റ്റത്തെ സൈഡ് ഏതായിരുന്നു? 10 × 2:3:5 ആയതുകൊണ്ട് 2 ടോട്ടൽ എത്രയാ? 9. അപ്പം 10 × 2 എത്രയാ? 20/9. 20/9 എന്ന് പറഞ്ഞാൽ 2.222 ആയിരിക്കും വരിക സൈസ്. അപ്പൊ ഈ സൈഡ് അളന്ന് നോക്കിയാൽ 2.22 ഉണ്ടാവും. 2നേക്കാൾ കൂടും. അതേമാതിരി ഈ സൈഡ് സെക്കൻഡ് സൈഡ് 10 × 3/9 ആണ്. 3/9 എന്ന് പറഞ്ഞാൽ 3 9 3 ആണ്. 3 10 എത്രയാ? 3.333 ആണ്. അതേമാതിരി നെക്സ്റ്റ് സൈഡ് 10 × 4/9 ആണ്. 40/9 ആണ്. 40/9 എത്രയായിരിക്കും വരിക? 3 പോയിന്റ് എത്ര വരിക? 40 9 4.4444 ആണ്. അതിനെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ അപ്രോക്സിമേഷൻ എന്തായിരിക്കും വരിക? 2.2 അല്ല, 2.2222 ആണ്. അതേമാതിരി 3.3333 ആണ്. 4.444 ആണ്. അപ്പൊ കറക്റ്റ് പറയാൻ പറ്റില്ല. 9നോട് അടുത്തായി, 10നോട് അടുത്തായി. ഇത് എത്ര ആഡ് ചെയ്താൽ 9 വരും. 9.99 എന്ന് പറഞ്ഞാൽ 10 ആയില്ലേ? അപ്പോൾ 10 ആയിരിക്കും അപ്രോക്സിമേഷൻ.
അപ്രോക്സിമേഷൻ വരും. അങ്ങനെ പെരിമീറ്റർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ ആ സൈഡ്സ് റേഷ്യോ വെച്ച് ചെയ്യാം. ഇവിടെയൊക്കെ ഉപയോഗിച്ച എന്താണ് 3 or more ലൈൻസ് കട്ട് ബൈ എ ലൈൻ ആൻഡ് അനദർ ലൈൻസ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അതായത് ഇവിടെ 3 പാരലൈൻസ് ഉണ്ട്. അതിന് ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈ ലൈനിന്റെ റേഷ്യോ സെയിം ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ചെയ്തു. ആ ഡിവൈഡ് ചെയ്ത റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു 10 സെന്റിമീറ്ററിന് ഡിവൈഡ് ചെയ്തു. അവിടെ ഉപയോഗിച്ച പോയിന്റ് അതാണ്. 3 or more ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന റേഷ്യോസ് എന്തായിരിക്കും ഇൻ ദ സെയിം റേഷ്യോ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ പാർട്സ് ആയിരിക്കും. ഇപ്പം ഈ ലൈൻ കട്ട് ചെയ്താൽ 2:3:4 ആണെങ്കിൽ ഇവിടെയും കട്ട് ചെയ്ത റേഷ്യോ എന്തായിരിക്കും ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും 2:3:4 തന്നെയായിരിക്കും കട്ട് ചെയ്തിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുക കൺസ്ട്രക്ഷൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ തന്നിട്ട് സൈഡ്സ് റേഷ്യോ തന്ന് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതേമാതിരിയാണ് ചെയ്യുക. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ സൈഡ്സ് റേഷ്യോ തരൂല, പക്ഷെ അത് നമ്മൾ സൈഡ്സ് റേഷ്യോ ചെയ്യുക. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എന്തായിരിക്കും ഈക്വലാണ്. അങ്ങനെ ഈ കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നിങ്ങൾ മെഷർമെന്റ് മാറ്റിയിട്ട് പെരിമീറ്റർ 10 ആയിക്കോളന്നില്ല, ഒരു 15 സെന്റിമീറ്ററോ 17 സെന്റിമീറ്ററോ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ്സ് റേഷ്യോ എടുക്കുക. ഇതുപോലെ 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുക. ചെയ്തിട്ട് മനസ്സിലാക്കി എടുക്കുക. പിന്നെ മറന്നു പോകാൻ നിൽക്കരുത്. അതെന്നെ എന്തുപയോഗിച്ച് ചെയ്യാൻ ഞാൻ സെറ്റ് സ്ക്വയർ വെച്ച് ചെയ്തിട്ടുള്ളൂ, പക്ഷേ കോമ്പസ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു. സ്കെയിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു. സ്കെയിലിൽ നിങ്ങൾക്ക് ഇത് എത്ര എടുത്താൽ മതി 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആക്കി എടുത്തിട്ട് ചെയ്താലും മതി. അത് ചിലത് 1:2 ഒക്കെ ആണെങ്കിൽ ചെറിയ ചിത്രമാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ കോമ്പസ് കൊണ്ട് ആർക്ക് കട്ട് ചെയ്യും. മെഷർ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കോമ്പസ് സ്കെയിലിൽ വെച്ചിട്ട് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. കോമ്പസ് കൊണ്ട് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഈസി. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കാനോ ട്രയാങ്കിളിൻ്റെ റേഷ്യോ തന്നിട്ട് ട്രയാങ്കിൾ വരയ്ക്കാനോ അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായി എക്സാമിന് വരും. അതുകൊണ്ട് അത് പഠിച്ചെടുക്കാം. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ?